സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സംഘടനയെ ആകെ ഇപ്പോൾ പിടിച്ച് കുലുക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു വിവാദം രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ തോതിൽ അസ്വസ്ഥനാണ് എന്നൊരു വിവരമാണ് ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഏറ്റവും അധികം വിശ്വസിച്ച് പണം ഏൽപ്പിച്ചിരുന്ന ആളുകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയ അതെന്നൊരു വിവരം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നൊരു വിവരമാണ് രാജീവ് ചന്ദ്രശേഖറുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിക്കുള്ളിൽ തന്നെ ചില പുതിയ സമവാക്യങ്ങൾ കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ മുമ്പ് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന കേരളത്തിലെ തന്നെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളും എം.എൽ.എയും കൂടിയായ വി മുരളീധരൻ പക്ഷവും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒത്തുചേർന്ന് പോകുന്ന ചില സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു തെളിവായിരുന്നു യുവമോർച്ചയുടെ പ്രഭാരി സ്ഥാനത്ത് നിന്നും അനൂപ് ആന്റണിയെ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. പകരം അതേ സ്ഥാനത്തേക്ക് നിയോഗിച്ചതാകട്ടെ വി മുരളീധരനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പി സുധീറിനെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ബി.ജെ.പി. യോഗങ്ങളിലെല്ലാം രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായി രംഗത്ത് വന്ന വി മുരളീധരൻ പക്ഷത്ത് ഉറച്ചു നിന്ന നേതാവായിരുന്നു പി സുധീർ. ഏറ്റവും അടുത്ത ദിവസം തന്നെ വി മുരളീധരനെ ഏതായാലും ബി.ജെ.പി. ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫണ്ട് തിരിമറി വിവാദത്തിൽ ഉൾപ്പെടെ വി മുരളീധരനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരായുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴും ചില നിർണായകമായ വിവരങ്ങൾ ഉള്ളത് നമുക്കറിയാം. ബി.ജെ.പിയുടേതായി കേരള നിയമസഭയിൽ 3 എം.എൽ.എമാരാണുള്ളത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലടക്കം സംഘടനയ്ക്കുള്ളിൽ വലിയ തോതിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും സംഘടനയ്ക്കുള്ളിൽ അതിൻ്റേതായ അതൃപ്തികൾ പുകയുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഫണ്ട് തിരിമറി വിവാദവും സംഘടനയ്ക്കുള്ളിൽ വലിയൊരു പ്രതിഷേധമായി വലിയൊരു അതൃപ്തിയായി തന്നെ ആളിക്കത്തുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഫണ്ട് തിരിമറി ഒരുപോലെ തന്നെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം സാധാരണ പ്രവർത്തകരിലേക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് എത്തേണ്ട പണമായിരുന്നു നേതാക്കൾ പുട്ടടിച്ചത് എന്ന ഒരു വലിയ തോതിലുള്ള വിമർശനം സംഘടനയ്ക്കുള്ളിൽ ആളിക്കത്തുന്നുണ്ട്. ഏതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും അത്തരമൊരു വിവാദങ്ങളിലേക്ക് കടന്നുപോയിട്ടില്ലെങ്കിലും ബി.ജെ.പിക്കുള്ളിലെ ഫണ്ട് തിരിമറി സംഘടനയ്ക്കുള്ളിൽ വലിയൊരു പ്രതിസന്ധിയായി വലിയൊരു പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ഫണ്ട് തിരിമറി വിവാദങ്ങളിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ ആർക്കൊപ്പം നിൽക്കുമെന്നൊരു കാര്യത്തിലാണ് എല്ലാവർക്കും ആശങ്കയുള്ളത്. ഏതായാലും വി മുരളീധരൻ പക്ഷത്തെ കൂടി തനിക്കൊപ്പം നിർത്തി പ്രതിസന്ധികളിൽ നിന്ന് താൽക്കാലികമെങ്കിലും രക്ഷ നേടുന്നതിനുള്ള ശ്രമങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.